ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തങ്കു, നമ്മൾ എവിടെ പോവാ? ഇതാണ് തങ്കു. സ്നോ കാണുമ്പോ എന്ത് ചെയ്യും? സ്നോമാൻ ഉണ്ടാക്കും. എത്ര സ്നോമാന് വേണം? 9. തങ്കു 9 സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അമ്മ എവിടെ പോവാണ്? നമ്മൾ ഇങ്ങോട്ടോ പോകുന്നു, ഏതോ ഒരു മഞ്ഞുമലയിലോട്ടാ പോണേ. അത്ര എനിക്കറിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ലോട്ടർബ്രുണൻ ആണ്. ലോട്ടർബ്രുണൻ ഗ്രിൻഡൽവാൾഡ്. അപ്പോൾ നമുക്കൊരു സ്റ്റേക്കേഷൻ പോലെ നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ ഇല പൊഴിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു ലേക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ട്രെയിനിലാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3.5-4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഈ ലോട്ടർബ്രുണൻ ഗ്രിൻഡൽവാൾഡ് ആ ഭാഗത്തോട്ടൊക്കെ. ഞാൻ സൗണ്ട് ചേച്ചി വീഡിയോ എടുക്കുന്ന അറിഞ്ഞുകൊണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടോ. എന്നെ കാണുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ടിട്ട് എന്നെ ക്രീം സെറ്റൊക്കെ സമയം കിട്ടില്ല. സമയമുണ്ട്, കുറച്ച് മിനിറ്റ് മുടി അഴിച്ചിടാം. ഇപ്പം ചൂടെടുക്കും. എവിടെ ബിൽഡിങ്ങാ കാണണേ? എവിടെ? ഇത് കയറണ്ടേ നമുക്ക്? ഇതിൽ ഇത് കയറിയിട്ട് നമ്മൾ എവിടെ പോവും? ബീച്ചിക്ക് പോവോ? എവിടോ ഇവിടെ ബീച്ച് ഇല്ലടോ. വീട്ടിലേക്ക് ഈ വീട്ടിൽ ബുക്ക് ചെയ്യും. നമ്മളീ പോകുന്ന എല്ലാ വഴികളും നല്ല ഭംഗിയുള്ള വഴികളാണ് കേട്ടോ. പക്ഷേ ഇതിനേക്കാൾ സൂപ്പർ നമ്മൾ സമ്മർ ടൈമിൽ ഇവിടെ വരുമ്പോൾ കാണാനാണ് കേട്ടോ. ഇതൊരു ഭംഗി, ഇതിൻ്റെ കറക്റ്റ് ഭംഗി നമുക്കറിയാം. നമ്മൾ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ലോട്ടർബ്രുണനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻ്റർലേക്കണിൽ നിന്നുള്ള ട്രെയിൻ കയറിയിട്ട് ഇപ്പോൾ ലോട്ടർബ്രുണനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, ഇൻ്റർലേക്കണിൽ നിന്ന് ഈ ലോട്ടർബ്രുണനിലോട്ട് പോകുമ്പോഴുള്ള വ്യൂ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സൂപ്പർ വ്യൂ ആണ്. നമ്മളീ പോകുന്ന വഴിയിൽ കുറേ വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റും. വലുതും ചെറുതും ഒക്കെ ആയിട്ട് കുറേ വാട്ടർഫോൾസ് കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് ഐസായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാട്ടർഫോൾ നമുക്കിതിനെ പറയാൻ പറ്റില്ല, ഫുള്ളത് ഐസായിട്ടിരിക്കുകയാണ് കേട്ടോ. അത്രയും തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിക്ക് ഇങ്ങനത്തെ കുറേ വാട്ടർഫോൾസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. നമുക്ക് വീഡിയോ അത്ര കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നല്ല വീതി കൂടിയ ഒരു വാട്ടർഫോളാണ്. അപ്പോൾ അത് ഫുള്ളിങ്ങനെ ഐസായിട്ട് നിൽക്കുക. വീഡിയോ അല്ലേ? വീഡിയോ ആണോ തങ്കോ?
പിഞ്ഞാണിയോ? അഞ്ചര കുഞ്ഞാ പിഞ്ഞാണി. സ്നോ സ്നോ സ്നോ. അങ്ങനെ പതുക്കെ നമ്മൾ സ്നോ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ സ്നോ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നോർമലി സ്വിസ് ട്രെയിനുകൾ എപ്പോഴും ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ട്രെയിൻ എപ്പോഴും കുറച്ചൊരു നോയ്സി ട്രെയിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോണ സമയത്തിൻ്റെ ആണോ എന്ന് അറിയില്ല കേട്ടോ. നോർമൽ നമ്മൾ സ്വിസ് ട്രെയിൻ കാണുന്ന അത്രയും സൈലൻ്റ് ആയിരിക്കില്ല ഈ ഒരു ഇൻ്റർലേക്കണിൽ നിന്ന് ലോട്ടർബ്രോണനിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ഗ്രിൻഡൽവാൾഡിലോട്ടൊക്കെ പോകുന്ന ട്രെയിൻസ്. കാരണം അതിനകത്ത് ഇങ്ങനെ ഭയങ്കര ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, സ്കീയിങ്ങിനും അതുപോലെ ട്രക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന എപ്പോഴും കുറച്ചൊരു വൈബുള്ള ട്രെയിനായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിരിക്കുന്നത്. ഫൈനലി നമ്മളതേ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ലോട്ടർബ്രോണൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്നറിയോ? സ്നോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു ഇത് വെച്ചിട്ട് സ്നോ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടൊക്കെ ആണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഗ്രിൻഡൽവാൾഡിലും ലോട്ടർബ്രോണനിലും നമ്മൾ പോയ സമയത്തൊക്കെ കുറച്ച് സ്ഥലത്ത് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു കനാൽ പോലെയാണ് കേട്ടോ, വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. അതിപ്പോൾ വെള്ളം ഫുള്ള് അവിടെ ഐസായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേ വണ്ടികളുടെയൊക്കെ അവസ്ഥ ഇതേ ഇതാണ് കേട്ടോ, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. Look at this Jacinta. അപ്പോൾ ഈ ലോട്ടർബ്രോണനിൽ ഏകദേശം 72 വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതിനകത്തൊരു മെയിൻ വെള്ളച്ചാട്ടമാണ് ഇപ്പം നമ്മൾ ഈ കണ്ട ഈ വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളച്ചാട്ടം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതേ ഫുള്ളിങ്ങനെ ഐസായിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ മറ്റും വാക്സൊക്കെ ഇങ്ങനെ ഉരുകി വീണിട്ടുള്ള നമ്മൾ കാണില്ലേ, ആ ഒരു ഫീലാട്ടോ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഫുള്ളിങ്ങനെ ഐസായിട്ട് കിടക്കുകയാണ്. പക്ഷെ കുറേശ്ശെ വെള്ളം വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ ഐസായിട്ട് ഫുള്ളിങ്ങനെ കിടക്കുവാണേ. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം വീഴുന്നത് കാണാൻ പറ്റും കേട്ടോ. വളരെ നൈസായിട്ടാണ്. നോർമലി നമ്മൾ സ്വിറ്റ്സർലൻഡ് വീഡിയോസിന് അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ലോട്ടർബ്രോണൻ എന്ന് പറയുന്നത് കേട്ടോ. സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകൾ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ ലോട്ടർബ്രോണൻ. പക്ഷേ ഇപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന സമയം വിൻ്റർ പീക്കും ആയിട്ടില്ല, അതുകൊണ്ടാണ് അധികം മഞ്ഞില്ലാത്തത്. പക്ഷേ എനിക്ക് ഈ സ്ഥലം സമ്മറിൽ കാണാനാണ് കേട്ടോ, ഫുൾ പച്ചപ്പിൽ കാണാനാണ് എനിക്ക് ഈ സ്ഥലം ഇഷ്ടം. നമ്മൾ സമ്മറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ലോട്ടർബ്രോണനിൽ നമ്മൾ സമ്മറിൽ വന്ന സമയത്ത്. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കേട്ടോ, ഫുൾ പച്ചപ്പ്, പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത്. നമ്മൾ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓർമ്മയിൽ വരുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് കിട്ടുന്ന ഒരു കറക്റ്റ് സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ കൂടുതൽ നമ്മൾ സ്വിറ്റ്സർലൻഡ് വീഡിയോസ് കാണുന്ന ഒരു സ്ഥലമാണ് ഈ ലോട്ടർബ്രോണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വിൻ്ററിൽ കാണുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് സമ്മറിൽ ആ ഒരു പച്ചപ്പിൽ ഈ ലോട്ടർബ്രോണൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഫുൾ അങ്ങനെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ഐസായിട്ട് കിടക്കുന്ന. അമ്മയും തങ്കൂസും മഞ്ഞത്ത് ഇറങ്ങാൻ വേണ്ടി ഭയങ്കര തത്രപ്പാടിലാണ്. പക്ഷെ നമ്മൾ നടക്കുന്ന വഴിയിലൊന്നും മഞ്ഞില്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്താണ്. അമ്മു
മഞ്ഞത്ത് കളിക്കണോ? നമ്മള് ചെയ്യണം കേട്ടോ. 6 മണിക്കൂർ കിട്ടണോ? തങ്കു അല്ലേ? എത്ര മഞ്ഞത്ത് കളിക്കണോ? ഇപ്പൊ കളിക്കാട്ടോ, കുറച്ചും കൂടെ കഴിയുമ്പോ നമുക്ക് മഞ്ഞ കിട്ടേ, അപ്പൊ നമുക്ക് കളിക്കാം. എവിടെ? ഈ മഞ്ഞല്ല, നമുക്ക് കൊറേ മഞ്ഞുള്ളവിടെ കളിക്കാം. ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ. എവിടെ സാധനം? എവിടെ സാധനോ? കൈയുടെ ഉള്ളിൽ വെച്ച ഗൈസ്, കൈ ചൂടാക്കാനുള്ള ഒരു സാധനം കൊണ്ട്. ഇത് നല്ല ചൂടാണ് കേട്ടോ ഈ സാധനം. നമ്മള് കയ്യിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടാ ഒന്ന് കാണിക്കോ? നല്ല ചൂടുണ്ട് കേട്ടോ സാധനം. പേരെന്താ ഇതിന്റെ? പേരെന്താ? ഹീറ്റ് പാഡ്. പോർട്ടബിൾ ഹാൻഡ് വാർമർ. അമ്മ അത് മുഖത്ത് വെക്കുന്നുണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും മോഡലും ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഫോട്ടോഗ്രാഫർ, അത് മോഡൽ. ഞാൻ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചു കൊടുക്കുന്നു. അതെ, ഇവിടെ പട്ടീനെ കൊണ്ട് ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ തണുപ്പത്ത്. നല്ല ക്യൂട്ടല്ലേ പട്ടി? പട്ടിന് ഇഷ്ടമല്ല. പട്ടിനെ പേരുള്ള ആളാണ്. പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലൊക്കെ പ്രൊട്ടക്ഷൻ ആണ്. അത് വന്നത് കണ്ട സ്നേഹമാണ്, സ്നേഹം. എനിക്ക് സ്നേഹമില്ല. അത് കുഞ്ഞാ. ഈ കാറ്റഗറി പ്രൊട്ടക്ഷൻ ആണ് മാളവികക്ക്, ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഫുൾ കവറായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ മഞ്ഞ്. അപ്പോൾ ഇപ്പം അങ്ങനെ അത്ര ഒരു ഫുൾ വിൻ്റർ ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടില്ല. കുറച്ചും കൂടെ ഒരു മഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുൾ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം അത്ര ഫീൽ അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പശുവിൻ്റെ തൊഴുത്താണ് കേട്ടോ ഈ കാണുന്നത്. ഫ്രണ്ടിൽ കണ്ടത് ചാണകമാണ്, എല്ലാം ഓട്ടോമാറ്റിക്കാണ്, ഒരു മെഷീനൊക്കെ കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പശു. അവിടെ ഇപ്പോഴും പശുക്കൾ ഉണ്ട് കേട്ടോ അകത്ത്. തണുപ്പായതുകൊണ്ട് പുറത്തോട്ട് ഇറക്കുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പശുവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പശുവിൻ്റെ തൊഴുത്താണ്. അപ്പോൾ സമ്മറിൽ വരികയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് പശുക്കളിങ്ങനെ ഈ പുൽമേട്ടിലിങ്ങനെ മേഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ ഇതുപോലത്തെ കുറേ കുഞ്ഞി കുഞ്ഞി കടയല്ല, ഇങ്ങനത്തെ സ്റ്റോള് പോലത്തെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ടുള്ള ചീസ്, അതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചീസ്, ജാം, ബട്ടർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. അതായത് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് എത്ര രൂപയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ആ ബോക്സിൽ നമുക്ക് പൈസ ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ കുറച്ച് സ്ഥലത്ത് ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ടാവും. കുറച്ച് നാളൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും, മൊത്തം മഞ്ഞ് മുടി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഡിസംബർ, വിൻ്റർ സ്റ്റാർട്ടിങ് ആയിട്ടല്ലേ ഉള്ളൂ. ഡിസംബർ അല്ല, ജനുവരി. വിൻ്റർ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് അധികം മഞ്ഞില്ലാത്ത. എവിടെ പ്ലാൻ ചെയ്തത് അങ്ങനെ കുറച്ച് നടന്നപ്പോഴത്തേക്കും നമുക്ക് വിശന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണേ. ഹലോ ഗൈസ്, നമ്മൾ എവിടെ തങ്കു? സ്നോയിലാണ് നമ്മൾ ഇപ്പം എവിടെ ഇരിക്കണേ? നമ്മൾ ഇവിടെ എന്തിനു വന്നത്? നമ്മളിവിടെ കഴിക്കാൻ വന്നതാ. തങ്കു ഫുഡ് കഴിച്ചോ? എന്താ കഴിച്ചേ? അവിടെ ഉണ്ട് കേട്ടോ തങ്കു ഫുഡ് കഴിച്ചത്. വയറ് നിറഞ്ഞോ? ഫുള്ളായോ വയറ്? ആയോ? തങ്കുന് ഏറ്റവും ഇഷ്ടം എന്താ കഴിക്കാൻ? ബ്രെഡും ചോക്ലേറ്റോ? തങ്കു ചോക്ലേറ്റ് കഴിക്കാൻ ന്യൂട്ടെല്ലയാണോ? ബ്രെഡാണോ ഇഷ്ടം, ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം? നിങ്ങൾ കാണാത്തൊരു പ്രത്യേക തരം ഒരു കൊച്ചാണിത്. ഈ കൊച്ചിന് ചോക്ലേറ്റ് ഇഷ്ടമല്ല, ബിസ്ക്കറ്റ് ഇഷ്ടമല്ല,
ബാക്കി സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. ഏറ്റവും ഇഷ്ടം എന്താ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലേ? ടൊമാറ്റോ ഇഷ്ടമാണോ? ടൊമാറ്റോ ആണോ ഇഷ്ടം? ചോക്ലേറ്റ് ആണോ ഇഷ്ടം? ടൊമാറ്റോ. ടൊമാറ്റോ കണ്ണി കണ്ടൂടാ. ടൊമാറ്റോ ആണോ ഇഷ്ടം? പിന്നെന്താ? ഓറഞ്ച് ആണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? ഓറഞ്ച് ആണോ ഇഷ്ടം? ഗ്രേപ്സ് ആണോ ഇഷ്ടം? ഗ്രേപ്സ് ആണോ ഇഷ്ടം? ന്യൂട്രല്ല ആണോ ഇഷ്ടം? ചോക്ലേറ്റ് ഇപ്പൊ കഴിച്ചില്ലേ? ചോക്ലേറ്റ്. നമ്മളത് ഫുഡ് കഴിക്കാൻ കയറിയതാട്ടോ. ഇവിടെ ഫുഡ് കഴിച്ചു. തോമിയ സാൻഡ്വിച്ച് കഴിച്ചു. തോമിയ ഞാൻ തോമിയാണേ. തോമിയ സാൻഡ്വിച്ച് കഴിച്ചു. എൻ്റെ പേരെന്താ? തോമിയ. ഇതാരാ? ഇത് തങ്കു. ഇതാരാ? ഇത് ആരാ? ഇത് അമ്മു ചേച്ചിയാണ്. ഞാൻ തോമിയാണ്. അതാരാ? തിതു. അത് തിതു ആണ് കേട്ടാ. അമ്മു ചേച്ചി, തോമിയ, തിതു. അതെ, എനിക്കുള്ള റെസ്പെക്ട്. എനിക്ക് ചേച്ചികളുണ്ട് ഇവിടെ. തൗമ്യ, തിതു. അമ്മ. അമ്മയുടെ പേരെന്താ? ദാജു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല ഇങ്ങനെ സ്നോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ. അപ്പോൾ അതിൻ്റെ ഒരു അടുത്തോട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫുൾ സമ്മർ ആ ഒരു ടൈമിലാണ് നമ്മൾ വന്നത്. പിന്നെ സ്നോ ഉള്ള ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു മെഷീൻ കാണുന്നത്. ഫുള്ളുണ്ട്. എങ്ങനെയുണ്ട് ഷിജു? നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി. മാളും എവിടെയുണ്ട്? അമ്മൂന്ന് തങ്കോ അവിടെ. പക്ഷേ കാണാം. നമ്മളിനി കേബിൾ കാറിൽ കയറാൻ പോവുകയാണ്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കാം. നമ്മളത് കേബിൾ കാറിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്. നല്ലതാണ് ഇപ്പോൾ. ഇപ്പം നമ്മൾ ഈ കേബിൾ കാറിൽ കയറി പോകുന്നത് മ്യൂറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ. ഇത് ഈ ലൗട്ടർബ്രോണിൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ കടൽ നിരപ്പിൽ നിന്നും 1650 മീറ്റർ ഉയരത്തിലാണ് ഈ വില്ലേജ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർ ഫ്രീ വില്ലേജാണ് കേട്ടോ. ഇതിങ്ങോട്ട് നമുക്ക് കേബിൾ കാർ വഴി മാത്രമേ ആക്സസ് ഉള്ളൂ, അല്ലാതെ നമുക്ക് കാറായിട്ടൊന്നും ഇവിടെ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുള്ളും അതുപോലെ തന്നെ ഭയങ്കര ഫ്രഷ് എയറൊക്കെ നമുക്ക് ഈ സ്ഥലത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ സ്ഥലത്ത് നല്ല അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് വന്നപ്പോഴും ഇവിടെ നമ്മളൊരു വിൻ്റർ ടൈമിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഒരു സമ്മർ സമയത്തുള്ള മ്യൂറിൻ്റെ ബ്യൂട്ടി ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സമ്മറിൽ വരികയാണെങ്കിൽ നല്ല പച്ചപ്പുള്ള മേടുകളും കുത്തനെയുള്ള പാറകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു വില്ലേജാണിത്. ഇതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പേസാണ് കേട്ടോ. സ്കീയിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടി ആൾക്കാർ വരുന്നൊരു സ്ഥലമാണിത്.
അങ്ങനെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ട്രെയിൻ കൂടെ കയറാനുണ്ട് കേട്ടോ. കേബിൾ കാർ ഇറങ്ങിയിട്ട് ഈ ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് മിററിൻ്റെ ആ ഭാഗത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി രണ്ട് സൈഡും ഫുള്ളായിട്ട് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആൾക്കാർ അവിടെ സ്കീ ചെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്കീ ചെയ്ത് താഴെ വന്ന ആൾക്കാർക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേബിൾ കാർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. കറക്റ്റ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ താഴെ വരെ അവർക്ക് സ്കീ ചെയ്ത് വന്നിട്ട് പിന്നെ ഈ കേബിളിൽ കയറിയിട്ട് പിന്നെ അവർക്ക് മുകളിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ പോണ സമയത്ത് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫൈനൽ നമ്മളത് മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ ഇങ്ങനെ ആൾക്കാർ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്നോ കുറച്ചിങ്ങനെ ഐസായിട്ട് കിടക്കുകയാണ് കേട്ടോ. അത്ര ഒരു എന്താ പറയുക, ഒരു കല്ല് പോലെ കിടക്കുകയാണ്. അത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ നടക്കുമ്പോൾ. കുറേ പ്രാവശ്യം ഞാൻ വീണു കേട്ടോ. ലാസ്റ്റ് വീഴ്ച കുറച്ച് ഹെവി ആയിപ്പോയി, നല്ല തല്ലിടിച്ചിട്ടാണ് ഞാൻ വീണത്. അതോടുകൂടെ ആകെ ഒരവസ്ഥയിലായിരുന്നു. ഞാൻ മാത്രമല്ല, മാളും വീണു, എല്ലാവരും വീണു. അമ്മു ഷീച്ചേട്ടനും വീണില്ല, ബാക്കി എല്ലാവരും ഒരുവിധം വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇട്ടത് ഞാൻ തന്നെയായിരുന്നേ. നോക്കട്ടെ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതുണ്ടല്ലോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്കീയിങ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വലിയ ആൾക്കാരാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് തുടങ്ങുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സ്ഥലമാണ്. ഇവർ കൂടെ കോച്ചും സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും അമ്മൂന് ഭയങ്കര കൊതിയായിട്ട്, അമ്മ എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മൂൻ്റെ ഷൂസും സംഭവങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്ത് പറ്റിയ അമ്മൂട്ടാ? അമ്മൂസിനോട് കുട്ടികൾ സ്കീ ചെയ്യാനോട് ഇപ്പോൾ സ്കീ ചെയ്യാനാണ്. ഞങ്ങൾ ഇന്നലെ കണ്ട് മാളുവിനെ പട്ടികളെ കുറച്ച് പേടിയാണ്. അപ്പം അതുകൊണ്ട് മാളുവിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അമ്മൂസ വേണ്ട പിന്നെ. അങ്ങനെ നമ്മൾ ആൾക്കാർ സ്കീ ചെയ്യുന്നതൊക്കെ നോക്കി അവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഗ്രിൻഡൽവാൾഡിലാണ് നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹോട്ടലിലോട്ട് കേബിൾ കാർ വഴി മാത്രമേ ആക്സസ് ഉള്ളായിരുന്നു. അത് നമുക്കറിയായിരുന്നു. പക്ഷേ കേബിൾ കാർ 2:30 വരെ ഉള്ളൂ. 2:30 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള സത്യം നമുക്ക് അറിയണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ട്രെയിനൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ 6 മണി വരെ 7 മണി വരെ അത് നമ്മൾ നോക്കി. പക്ഷേ കേബിൾ കാർ 2:30 വരെയാണെന്നുള്ള സംഭവം നമുക്ക് അറിയണ്ടായില്ല. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ജീവൻ എന്താ പറയുക, ടെൻഷൻ അടിച്ചിട്ടൊരു വഴിയാവുമായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്നാണ് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോഴാണ് നമുക്ക് കേബിൾ കാർ 2:30 വരെ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആകെ ടെൻഷൻ അടിച്ച് ആകെ ഒരു പരുവായിരുന്നു. എന്താണേലും അവസാനം എങ്ങനെയൊക്കെയോ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടോ. ആരുടെയൊക്കെയോ കയ്യും കാലൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെയോ നമ്മൾ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയൊരു സ്ഥലത്താണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. കറക്റ്റ് മഞ്ഞുമലയുടെ നടുക്കൊരു ഹോട്ടൽ,
സൂപ്പറാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.